ബുഷ് കേടാകുമ്പോഴാണ് ഈ രീതിയിലുള്ള സൗണ്ടും ഇഷ്യൂവും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ പഴയ ബുഷിനെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് ഇളക്കിയെടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഹാർഡാണെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു ചേർത്താൽ മതി. Hey guys, welcome back to my channel with another new video. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പ്രോക്കറ്റിൻ്റെ ജെർക്കിംഗ് ഉണ്ടല്ലോ, ഈ കാണുന്ന, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഒരു ക്ലിക്ക് അല്ലെങ്കിൽ ടക്ക്, ഒരു ചെയിനിൻ്റെ ഒരു സൗണ്ട് കേൾക്കും, ഒരു ജെർക്കിങ് ഫീലിംഗ് വരും. അത് നമ്മുടെ ഓരോ ഗിയർ മാറ്റിയിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോഴും ആ ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുവാണെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വണ്ടിയുടെ ടയർ പഞ്ചറാകുമ്പോഴോ വീല് ഊരുമ്പോഴോ ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയുടെ ഡാംനർ ബുഷ്, ഷോക്ക് ബുഷ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് വരുന്നത് നമ്മുടെ സ്പ്രോക്കറ്റിലും അലോയ് വീലിലെ ഹബിലുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഈ ഷോക്ക് ഡാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബുഷുണ്ട്. ഈ ബുഷ് റബ്ബർ ബുഷാണ്. ഈ ബുഷ് കേടാകുമ്പോഴാണ് ഈ രീതിയിലുള്ള സൗണ്ടും ഇഷ്യൂവും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന്, ഇപ്പോൾ ഈ പറയുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ബജാജ് ഡിസ്കവറാണ്. അപ്പം അതിൻ്റെ പാർട്ട് നമ്പറും വിലയുമാണ്, വെറും 107 രൂപയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇടയ്ക്ക് വണ്ടി പഞ്ചറാകുമ്പോൾ ഇതും ചെക്ക് ചെയ്ത് ഇതും മാറുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബുഷ് ഓവർ ടൈം ഹീറ്റ് കൊണ്ടും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ റബ്ബറൊക്കെ ഒന്നുണ്ടാക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഹീറ്റാകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഹാർഡാകും. ഇത് ഹാർഡായി എങ്ങനെ ഇത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കാവും, പൊട്ടിപ്പോവും. അങ്ങനെയാണ് ഈ ഇഷ്യൂ മെയിൻലിയും വരുന്നത്. അതുമല്ല, ഇങ്ങനെ ഒരു ഈ കേടായ ബുഷ് ഇട്ടിട്ട് നമ്മൾ ഓവർ ടൈം വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ ചെയിനിൻ്റെ സ്ലാക്ക്, അതായത് ചെയിന് വലിയാൻ ചാൻസ് ഉണ്ട്. സ്പ്രോക്കറ്റ് അണ്ണീവനായിട്ട് പെട്ടെന്ന് വേർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഇഷ്യൂ ഫേസ് ചെയ്യുവാണെങ്കിൽ ഇതിന് വലിയ കാശൊന്നുമില്ല, 107 രൂപയേ ഉള്ളൂ. ഈ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, നിങ്ങളെ ഇഷ്യൂ സോർട്ട് ഔട്ട് ആവും. ഇത് ഈ ബജാജിൻ്റെ ബൈക്കിന് മാത്രമല്ല, എല്ലാ ബൈക്കിലും ഈ മെക്കാനിസം വരുന്നുണ്ട്. അപ്പം ഹീറോ ഹോണ്ടയുടെ ബൈക്കായാലും ഇത് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇഷ്യൂ സോർട്ട് ഔട്ട് ആവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീല് റിമൂവ് ചെയ്യണം. വീല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ആക്സിൽ നട്ട്, അത് 17-ൻ്റെ നട്ടാണ്, 17 ഇഞ്ചിൻ്റെ. പിന്നെ 14-ൻ്റെ ബ്രേക്ക് നട്ട്, പിന്നെ ബ്രേക്ക് സ്റ്റേ നട്ട്. ഇത് മൂന്നും ഇളക്കിയിട്ട് നമുക്ക് ഹബ്ബ് ഊരിങ്ങെടുക്കാം. ആ 2 നെട്ട് ഇളക്കിയിട്ട് ആക്സിലിനെ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പുഷ് ചെയ്യുക. ഫുള്ള് ആക്സിൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഹാഫ് ആക്സിൽ റിമൂവ് ചെയ്താൽ മതി. എന്നിട്ട് പതുക്കെ വീലങ്ങ് ഊരിയെടുക്കുക. വീല് സിമ്പിളായിട്ട് ഊരി വരും. നിങ്ങളെടുക്കുമ്പോൾ ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ എന്തായാലും ഇത് ഉരുവാണ്. അപ്പം ഈ കാണുന്നതാണ് ആ ബുഷ്. ഈ ബുഷ് അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഹാർഡായിട്ട് ഇതിൻ്റെ ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന ആ ഏരിയ, ഇവിടെയാണ് സ്പ്രോക്കറ്റ് വന്ന് ഫിക്സ് ആവുന്ന ആ ഏരിയയുടെ വലുതായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് പ്ലേ കൂടുതൽ വന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയതിട്ടാൽ നമുക്ക് ആ ഇഷ്യൂ സോൾവ് ആവും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ പഴയ ബുഷിനെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് ഇളക്കിയെടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഹാർഡാണെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിങ്ങെടുത്താൽ മതി, ഈസി ആയിട്ട് വരും. സോ
അപ്പോൾ ഇതാണ് പഴയ ബുഷ്. ഈ ബുഷ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ബുഷിൻ്റെ ഹോൾസ് ഉണ്ടാവും വലുതായി പോയത്. ഇത് കാരണമാണ് പ്ലേ വരുന്നത്. കണ്ട, ഇത് വലുതാ. അപ്പോൾ ഓവർ ടൈം നിങ്ങൾ വണ്ടിയുടെ ടയർ പഞ്ചറാകുമ്പം വീലിളക്കുമ്പം ജസ്റ്റ് ഒന്ന് ഇതും കൂടി ശ്രദ്ധിച്ച് ഇതും കൂടെ മാറുവാണെങ്കിൽ നിങ്ങൾ ആ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യും. അതുപോലെ ഇതിന് വേണ്ടി പ്രത്യേകം നിങ്ങൾക്ക് ടയർ ഇളക്കി മാറ്റണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ടയർ പഞ്ചറാകുമ്പോഴോ ബ്രേക്ക് ഷൂ മാറുമ്പോഴോ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ക്ലച്ച് വിടുമ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഉള്ള ആ ചെയിനിൻ്റെ ഒരു ജെർക്കി ആ സൗണ്ടും ചെയിനിൻ്റെ ഒരു അടിയും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് മാറി പുതിയതിടാം. ഇതാണ് പുതിയ വീൽ ഡാമിനർ ബുഷ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പർ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ വില വന്നിട്ട് 107 രൂപയാണ്. വളരെ ചീപ്പാണ്. അപ്പോൾ ഇത് നമുക്കങ്ങ് ഇടാം. ഇതാ പുതിയ ബുഷ്. എങ്ങനെയുണ്ട് ഉണ്ടോ? ഇവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് അലോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഹോളുണ്ട്. ഓരോ ബുഷ് വയ്ക്കേണ്ടടുത്ത് ഒരു ഹോളുണ്ട്. അപ്പോൾ ഈ ഹോള് ഇതിലോട്ട് മാച്ച് ചെയ്തിട്ട് വേണം ഇവിടെ ലോക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിപ്പോൾ ഇവിടെ ലോക്കാവും. ഇതിവിടെ ലോക്കാവും. അതുപോലെ ഓരോ ഹോളും നോക്കിയിട്ട് ലോക്ക് മാച്ച് ചെയ്ത് ഇതിനങ്ങ് പുഷ് ചെയ്താൽ മതി. അത് സീറ്റിക്ക് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പണി കഴിഞ്ഞു. ഇനി ഈ വീലിനെ നമുക്കങ്ങ് ബൈക്കിലോട്ട് ഫിക്സ് ചെയ്യാം. ഇതൊരു ഡേർട്ടി ജോബാണ്. അപ്പോൾ വെയർ എ ഗ്ലൗസ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് യുവർ ഹാൻഡ്സ് ഗ്രീസി. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഗൈസ്. സോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. ഇതിന് വേണ്ടി ഇളക്കണമെന്നില്ല. പഞ്ചറാകുമ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി ചെക്ക് ചെയ്ത് നോക്കുക. ആ ബുഷ് കറക്റ്റാണോ, പ്ലേ ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ബുഷ് മേടിച്ചങ്ങ് മാറ്റിയാൽ മതി. തിരിച്ച് ബ്രേക്കിൻ്റെ നെട്ടും ബ്രേക്ക് സ്റ്റേയുടെ നെട്ടും ഒക്കെ പഴയതുപോലെ അങ്ങ് ഫിക്സ് ചെയ്യുക. ആക്സിൽ ഇടുന്നതിന് മുമ്പേ ഈ സ്പേസർ ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഗൈസ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്. സോ സീ യു ഗൈസ് ഇൻ സം അതർ വീഡിയോ. Bye. Thanks for watching guys. Please do subscribe to my channel.